30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പുതുക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നതായി കോൺഗ്രസ് ആരോപിച്ചു. ജീവിച്ചിരിക്കുന്ന 30ഓളം പേരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായും പരാതി. പുതുക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി പരാതി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ 16-ാം വാർഡ് പനങ്ങാട്ടുകരയിൽ ജീവിച്ചിരിക്കുന്ന 30ഓളം പേരുടെ പേരുകൾ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്തെന്നാണ് കോൺഗ്രസ് ആരോപണം. ഇത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള ഏകപക്ഷീയമായ നടപടിയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങളായി പനങ്ങാട്ടുകരയിൽ താമസിക്കുന്ന 78 വയസ്സുള്ള കുണ്ടുവളപ്പിൽ അബൂബക്കർ, 59 വയസ്സുള്ള എടക്കാട്ട് വീട്ടിൽ മാധവൻകുട്ടി നായർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ വോട്ടുകളാണ് പട്ടികയിൽ നിന്നും നീക്കിയത്. വോട്ടവകാശം ഓരോ വ്യക്തിയുടെയും മൗലികാവകാശമാണെന്നും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെയും സ്ഥിര താമസക്കാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത്, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ്, ബൂത്ത് പ്രസിഡന്റ് വിജോയ് കുറ്റിക്കാടൻ എന്നിവർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM ഭരിക്കുന്ന തെക്കുംകര പഞ്ചായത്തിൽ 16-ാം വാർഡ് പനങ്ങാട്ടുകരയിൽ വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. ഏകദേശം 20ഓളം വരുന്ന വോട്ടുകൾ നമ്മുടെ വാർഡിൽ മാത്രമായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 2ാം ഭാഗം 406 ക്രമനമ്പർ വരുന്ന അബൂബക്കർ എന്ന ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ്. എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടിക, അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഏകദേശം 20ഓളം വരുന്ന വോട്ടുകൾ മരണപ്പെട്ടു എന്ന വ്യാജേനയാണ് പട്ടികയെല്ലാം വെട്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഭാഗം 648 ക്രമനമ്പർ 648 ടി മാധവൻ നായർ എന്ന ഈ വ്യക്തിയുടെയും മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ അവസാന ലോക്സഭാ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്യുകയും അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിയും കൂടിയാണ്. ന്യൂസ് ഡെസ്ക് CCV.